കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ വലിയ ചർച്ച നടക്കുന്ന വിഷയമാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കണമോ വേണ്ടയോ എന്ന കാര്യം. LDF സർക്കാർ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരുന്നു. പിന്നീട് നടപ്പാക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടി ആ അധ്യായം അടഞ്ഞതായിരുന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ PM ശ്രീ പദ്ധതി നടപ്പാക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. എന്നാൽ LDF സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ PM ശ്രീ പദ്ധതിക്കെതിരെ വലിയ പ്രചാരണം നടത്തിയവരാണ്. കേരളം ഭരിക്കുന്നത് BJPയുടെ B ടീമാണ് എന്ന് പറഞ്ഞവരാണ്. അവർ അധികാരത്തിലേറിയ ഉടനെ തന്നെ PM ശ്രീ പദ്ധതി നടപ്പാക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. നടപ്പാക്കിയത് ആരാണ്? മുസ്ലിം ലീഗിൻ്റെ മന്ത്രി. അതാണ് അതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. പക്ഷെ ഇപ്പോഴിതാ മുസ്ലിം ലീഗിന് UDFന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ജബി മേത്തർ കോൺഗ്രസ് MP, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ, രാജ്യസഭയിൽ ചോദിച്ച ഒരു ചോദ്യത്തിന്, PM ശ്രീയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി 29/7/2026 എന്ന് വെച്ചാൽ ജൂലൈ 29 മറുപടി കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ. അതിൽ കൃത്യം പറഞ്ഞു വെക്കുന്നു, ഒരു നയാ പൈസ പോലും സംസ്ഥാനത്തിന് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി നൽകിയിട്ടില്ല. കേരളത്തിൽ നിന്ന് ഒരു വിദ്യാലയവും ഇതുവരെ PM ശ്രീ പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്തിട്ടില്ല, പദ്ധതി നടപ്പാക്കിയിട്ടില്ല എന്ന് പറയുന്നു. ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തിലാണ് ചോദിക്കുന്നത്, എത്ര പണം PM ശ്രീ പദ്ധതി പ്രകാരം സംസ്ഥാനത്തിന് നൽകിയെന്ന്. നൽകിയിട്ടില്ല എന്ന് മറുപടി പറയുകയും അതോടൊപ്പം തന്നെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരുന്നു എന്ന് പറയുന്നു. PM ശ്രീ പദ്ധതി പ്രകാരം ഒരു തുകയും നൽകിയിട്ടില്ല. എന്നാൽ SSK പദ്ധതി പ്രകാരം, സർവശിക്ഷ അഭിയാൻ കേരള പദ്ധതി പ്രകാരം 99,27 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നും വ്യക്തമായി പറയുന്നു. ഏറ്റവും ആദ്യത്തെ ചോദ്യമുണ്ട്, ജബി മേത്തറുടെ ആദ്യത്തെ ചോദ്യം. അതിൽ പറയുന്നത് എത്ര സ്കൂളുകൾ, എത്ര വിദ്യാലയങ്ങൾ തിരഞ്ഞെടുത്തു ഓരോ സംസ്ഥാനത്തും കേന്ദ്രഭരണ പ്രദേശത്തും, അതിന് വിശദാംശങ്ങൾ നൽകുമോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഒരു അനുബന്ധ രേഖ തന്നെ നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. 36 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്ന് ഓരോ സംസ്ഥാനത്തും കേന്ദ്രഭരണ പ്രദേശത്തും തിരഞ്ഞെടുത്ത സ്കൂളുകളുടെ പട്ടികയാണ് നൽകിയിരിക്കുന്നത്. അതിൽ കേരളമുണ്ട്. 17ാമതായിട്ടാണ് കേരളത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കൂൾസ്, നമ്പർ ഓഫ് PM ശ്രീ സ്കൂൾസ്, അതിൻ്റെ ആ കോളത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കൂൾസ് എന്ന കോളത്തിൽ ഒരു വലിയ പൂജ്യം എന്ന് വെച്ചാൽ ഒരു സ്കൂളും ഒരു വിദ്യാലയവും ഇതുവരെയും PM ശ്രീ പദ്ധതി പ്രകാരം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറയുന്നു. അതേസമയം അങ്ങനെ പൂർണ്ണമായി തള്ളക്കളയാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 47 സ്കൂളുകളിൽ കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ സെൻട്രൽ സ്കൂളുകളിൽ, CBSE സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിലൊക്കെ നടപ്പാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 47 സ്കൂളുകളിൽ നടപ്പാക്കുന്നുണ്ട് എന്നും പറയുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിലും ഇതുവരെയും PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ല എന്ന് വളരെ കൃത്യമായും പറയുന്നു കേന്ദ്ര സർക്കാർ. ഇനി സംസ്ഥാനത്തെ UDF നേതൃത്വം ഒന്ന് പുനരാലോചന നടത്തണം. UDF നടത്തിയില്ലെങ്കിലും മുസ്ലിം ലീഗ് നടത്തണം. മുസ്ലിം ലീഗ് പറയണം, PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല, വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കില്ല എന്ന് തല ഉയർത്തി പറയാൻ കഴിയണം മുസ്ലിം ലീഗിന്. ചിലപ്പോൾ ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി കണ്ടുരുട്ടും. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം കേവലം ഫണ്ടിന് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംഘവൽക്കരിക്കണോ, BJPക്ക് അതല്ലെങ്കിൽ BJPയുടെ കാൽക്കീഴിൽ കൊണ്ടുവെക്കണോ എന്നൊക്കെ ചോദിച്ചവരാണ്. ആവശ്യത്തോടെ പ്രസംഗിച്ച പ്രസംഗമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. KM ഷാജിയുടെ ഒക്കെ പ്രസംഗങ്ങൾ ഒരുപാട് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അങ്ങനെ എന്താണോ പറഞ്ഞത്, ഒഴിവ് കഴിവുകൾ മുൻ സർക്കാർ ഒപ്പിട്ട് പോയി, അതുകൊണ്ട് പിൻവാങ്ങാൻ കഴിയില്ല, പിൻവാങ്ങാൻ പറ്റാത്ത ധാരണാപത്രമാണ്, ഇതൊക്കെയാണ് പറഞ്ഞത്. പണം പറ്റി പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി കൂടിയാണെന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പറഞ്ഞു പണം പറ്റി കേരളം PM ശ്രീ പദ്ധതി പ്രകാരം, പിന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഇപ്പോഴിതാ കോൺഗ്രസിന്റെ MPക്ക് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ ഒരു നയാ പൈസ പോലും കേരളത്തിൽ നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്കൂളും ഇതുവരെയും, ഒരു വിദ്യാലയവും ഇതുവരെയും PM ശ്രീ പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്തിട്ടില്ല എന്നും കൃത്യമായും കേന്ദ്ര സർക്കാർ മറുപടി നൽകുന്നു രാജ്യസഭയിൽ, പാർലമെന്റിൽ. ഇനിയെങ്കിലും ഈ കള്ളത്തരം ഒന്ന് അവസാനിപ്പിക്കാൻ UDF തയ്യാറാകണം. ഇപ്പോഴെന്താണോ ഉള്ളത് അതുപോലെ നിൽക്കട്ടെ, ഇനി അതിൽ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ വരണം.
UDF വരണം, മുസ്ലിം ലീഗ് നിർബന്ധമായും വരണം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇടപെട്ട് മുസ്ലിം ലീഗിനെ കൊണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിക്കണം. അതല്ലെങ്കിൽ കേരളത്തിൽ സംഘപരിവാറിൻ്റെ സിലബസ് പഠിക്കുന്ന കുട്ടികളുണ്ടാകും. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞ്, ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന UDF ഇനിയെങ്കിലും പുനരാലോചന നടത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നടത്താതെ പോകാൻ കഴിയില്ല UDFനും മുസ്ലിം ലീഗിനും.